يا مكة ما أطيبك بشجون همس الهادي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു മക്ക വിട്ടു പോകാൻ താല്പര്യമില്ല. കഅബ അത് മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട നാടാണ്. മദീനയാണെന്നുണ്ടെങ്കിൽ മക്കയോട് ഏകദേശം അടുത്ത പ്രദേശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് UAE വാഫി അലുമിനി സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2ലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇലൽ ഹബീബിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. രണ്ടാമത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി മദീന എന്ന നഗരം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ചർച്ച ചെയ്യുവാൻ വേണ്ടി ബഹുമാനനായ സഈദ് അലി വാഫി ഉസ്താദ് ഉണ്ട്. ഹിജ്റയുടെ ഈ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏവരെയും ഒന്നുകൂടി ഇൽ ഹബീബ് സീസൺ 2ന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ളുലുമാതിൽ വഹ്ം വഅക്രിംനാ ബിനൂരിൽ ഫഹ്ം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഇൻഷാ അല്ലാഹ് നൗഫൽ വാഫി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഹിജ്റയുടെ പ്രദേശമായിട്ട് മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്തു, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യമായി ഈ ഒരു മദീനയിലേക്കുള്ള ഈ ഒരു പലായനത്തിന്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ ആധുനികരായിട്ടുള്ള സീറ പണ്ഡിതന്മാർ പറയുന്നത് മിൻ മർഹലത്തി ദഅവ ഇല മർഹലത്തി ദൗല. ഈ ഒരു മാറ്റത്തെ അവരങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ദഅവത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും ദൗലത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ കാലഘട്ടത്തിലേക്കുള്ള ഒരു പരിണാമം, ഒരു പലായനമാണ്. അപ്പോൾ മദീന സ്വാഭാവികമായി ഒരു രാഷ്ട്ര രൂപീകരണത്തിനും കൂടി ആവശ്യമായിട്ടുള്ള അതിനും കൂടി ഒതുങ്ങുന്ന ഒരു പ്രദേശമായിട്ട് മാറണം. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ജോഗ്രഫിക്കലായിട്ടും മറ്റും സവിശേഷതകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഹദീത്തുകൾ നമുക്ക് പരിചയപ്പെടാം. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, റഅയ്തു ഫിൽ അനാം അന്നി ഉഹാജിറു മിൻ മക്ക ഇലാ അർളിൻ ബിഹാ നഖൽ. ഞാൻ സ്വപ്നം കണ്ടു അന്നി ഉഹാജിറു മിൻ മക്ക ഇലാ അർളിൻ ബിഹാ നഖൽ, ഈത്തപ്പനകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഹിജ്റ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫദഹബ വഹലി ഇല അന്നഹ അൽ യമാമ ഔ ഹജർ. അത് മരുഭൂമിയിൽ അഥവാ അറേബ്യൻ പെനിൻസുലയിലെ മറ്റു രണ്ട് പ്രദേശങ്ങളാണ്. അവിടെ യമാമ അല്ലെങ്കിൽ ഹജർ എന്നീ രണ്ട് പ്രദേശത്തേക്കാണ് ഞാൻ ഹിജ്റ പോകുന്നത് എന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ ഫഇദാ ഹിയ അൽ മദീന യസ്രിബ്. പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മദീനയാണ്, അഥവാ ഹിജ്റക്ക് മുമ്പ് അവർ യസ്രിബ് എന്നാണ് പറഞ്ഞിരുന്നത്, യസ്രിബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറ. മറ്റു ഖറിയത്തുകളെ, ഗ്രാമങ്ങളെ ഭക്ഷിക്കുന്ന ഒരു നാട്ടിലേക്ക് എന്നോട് ഹിജ്റ ചെയ്യാനായി കൽപ്പിക്കപ്പെട്ടു. ഇവിടെ തഅകുലുൽ ഖുറ എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതിജയിക്കുക എന്നർത്ഥം. മറ്റുള്ള നാടുകളെ അപേക്ഷിച്ച് ഒരു മെജോറിറ്റി പല അർത്ഥത്തിലും ഇത് ഒന്നുകൂടി ഉയർന്നു നിൽക്കും, എല്ലാ അർത്ഥത്തിലും. അപ്പോൾ തഅകുലുൽ ഖുറ എന്ന് പറഞ്ഞാൽ അതാണ് അതിനർത്ഥം, ഒന്നുകൂടി മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അതിജയിക്കും. ഇവിടെ വേറൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വാചകത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമിർത്തു എന്നാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അത് ചില പണ്ഡിതന്മാർ ഈ ഒരു വാചകത്തെ ചർച്ച ചെയ്തുകൊണ്ട്, ഈ ഒരു വാചകത്തെ പുരസ്കരിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, സ്വപ്നം കാണിക്കപ്പെടുന്നത്, പ്രവാചകന്മാർക്ക് സ്വപ്നം കാണിക്കപ്പെടുന്നതൊക്കെ, അവർ കാണുന്ന സ്വപ്നമൊക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹയാണ്, കൽപ്പനയായിട്ടാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. അപ്പോ ഞാന് നിന്നെ അറുക്കുന്നത്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാം, സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്, നിന്നെ അറുക്കുന്ന സ്വപ്നം കണ്ടു. അപ്പോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രതികരിച്ചത്? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ. താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ നിർവഹിച്ചോളൂ. അപ്പോ
ആ സ്വപ്നത്തെ ഇവിടെ ഒരു കൽപ്പന എന്ന രീതിയിലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാർക്ക് അത് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ സ്വപ്നമൊക്കെ അവർക്ക് കൽപ്പനകളായിരിക്കും. അപ്പോ ഇവിടെ ഉമിർത്തു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറ, മറ്റു നാടുകളെയൊക്കെ അതിജയിക്കുന്ന ഒരു നാട്ടിലേക്ക് പോകാനായി എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഇത് മനസ്സിലാക്കാൻ, ഈ ഒരു ഹിജ്റ പഠിക്കുന്നവരെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മദീനയുടെ ആദ്യകാല പേര് യസ്രിബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന് മദീന എന്ന് നാമകരണം നൽകിയത്. അൽ മദീന എന്ന് പറഞ്ഞാൽ യസ്രിബ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന് മദീന എന്നുള്ള പേര് നൽകിയത്. അൽ മദീന. അൽ മദീന എന്ന് പറഞ്ഞാൽ പട്ടണം. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തുള്ള ഒരുപാട് പട്ടണങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ പേരോടനുബന്ധിച്ചാണ് അറിയാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ദുബായ് ഒരു പട്ടണമാണ്, അബുദാബി ഒരു പട്ടണമാണ്, ന്യൂയോർക്ക് ഒരു പട്ടണം. നേരെ മറിച്ച് പട്ടണം എന്ന് മുത്തലക്കൻ പറഞ്ഞാൽ, നിരുപാധികം പട്ടണം എന്ന് പറഞ്ഞാൽ, ഒരു നഗരം എന്ന് പറഞ്ഞാൽ അതൊറ്റ നഗരമുള്ളൂ. അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണമാണ്. അൽ മദീന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടണമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് യസ്രിബ്. അപ്പോൾ എന്തുകൊണ്ട് യസ്രിബ് എന്ന് ആ പേര് മാറ്റി എന്നതിന് പണ്ഡിതന്മാർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് യസ്രിബ് എന്ന് പറഞ്ഞാൽ പ്രതികാരം എന്നുള്ള യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിനർത്ഥം ഇന്ന് പ്രതികാര നടപടികളൊന്നുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടിന് പറ്റിയൊരു ചേർന്ന പേരല്ല. അതുപോലെ തന്നെ സെർബ് എന്ന് പറഞ്ഞാൽ ഫസാദ് എന്നൊരർത്ഥമുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതും എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടിന് ചേർന്നൊരു പേരല്ല, ഒരു ശുഭസൂചനയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് മാറ്റിയിട്ട് മദീന എന്നാക്കിയത്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യസ്രിബ് എന്ന് പറയുകയാണെങ്കിൽ അവർ പാപമോചനം തേടണം എന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഖുർആനിൽ യസ്രിബ് എന്ന് പറയുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് അത് ശരിക്ക് കപട വിശ്വാസികളുടെ കൗലുദ്ധരിക്കാണ്. അവരെ അങ്ങനെ പറഞ്ഞു എന്ന് പറയണം. അതുകൊണ്ടാണ് അവിടെ യസ്രിബ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഹിജ്റ പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ട് മദീന എന്നതാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഒന്നാമത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ളൊരു പലായനമാണ്, അതിൻ്റെ ഒരു പരിണാമ ദശയാണ്. അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിന് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. ഒന്നാമത് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അനിവാര്യമാണ്. ആദ്യകാലത്തൊക്കെ ഏതൊരു നഗര സമൂഹവും ജീവിച്ചിരുന്നത് കോട്ടകൾ നിർമ്മിച്ചായിരുന്നു. നമ്മളിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തന്നെ സീറ പഠിക്കുന്ന സന്ദർഭത്തിൽ ഖൈബർ കോട്ട നമ്മൾ പഠിക്കാറുണ്ട്. അതെന്താ, ആ ഒരു ഖൈബർ എന്നുള്ള പ്രദേശത്തുള്ളവരൊക്കെ ജീവിച്ചത് ഒരു കോട്ടക്കകത്തായിരുന്നു, ആ ഒരു സംരക്ഷണത്തിലായിരുന്നു. അത് ജയിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസമായി, കാരണം ഈ ഒരു കോട്ടയുടെ സവിശേഷത കൊണ്ട്. അപ്പോൾ ഒരു സംരക്ഷണം ഒരു രാഷ്ട്ര രൂപീകരണത്തിന്, ഒരു നഗര രൂപീകരണത്തിന് അത്യാവശ്യമാണ്. ശരിക്കും മദീന എന്ന് പറഞ്ഞാൽ നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് നമുക്ക് ശരിക്ക് അവരുടെ ആ ഒരു ജോഗ്രഫി പഠിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഹുർരിമ മാ ബൈന ലാബത്തിൽ മദീനത്തി അലാ ലിസാനി, അഥവാ മക്ക തഹരീമാക്കിയത്, ഹറമാക്കിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ്. മദീന ഹറമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ ബൈന ലാബത്തിൽ മദീന എന്നാണ്. രണ്ട് ലാബത്തുകൾക്കിടയിലുള്ള പ്രദേശം, പട്ടണം. എന്താണ് ഈ ലാബത്ത്? ലാബത്ത് എന്നുള്ളത് ഈ ഹദീസ് വിശദീകരണ ഗ്രന്ഥത്തിൽ പറയുന്നത് വല്ലാബത്തു അൽ ഹർറ വഹിയ അർളുൻ ദാതു ഹിജാറത്തിൻ സൗദാ കഅന്നഹാ ഉഹരിഖത് ബിന്നാരി. ഈ വോൾക്കാനിക് റോക്സ്, അഗ്നിപർവ്വതത്തിന്റെ ലാവ പൊട്ടിയൊഴുകി ഉണ്ടാകുന്ന ആ ഒരു കറുത്ത പാറകൾക്കിടയിലുള്ള പ്രദേശത്തെ ഹറമാക്കി എന്നാ പറയുന്നത്. അപ്പോ ആ ഈ അഗ്നിപർവ്വതം പൊട്ടിയുണ്ടാകുന്ന ആ ഒരു പാറ, അത് ഉറച്ച പാറയായിരിക്കും. അങ്ങോട്ടോ ആർക്കും ഏതെങ്കിലും ഒരു സംഘത്തിനോ ഒന്നും പിന്നെ പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രദേശമാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഈ മദീനയുടെ തന്നെ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും, മാപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും ഈ ഒരു ലാഭത്താണ്. ഈ ഒരു കറുത്ത കരിമ്പാറകളാണ്, ഉറച്ച പാറകളാണ്. ഒരു സൈന്യത്തിനോ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് കടന്നു വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഈ രണ്ട് ഭാഗവും. അപ്പൊ ആ രണ്ട് ഭാഗത്തൂടെ പ്രൊട്ടക്റ്റഡ് ആണ്, ആരും അങ്ങോട്ട് കടന്നു വരാൻ സാധിക്കുകയില്ല. പിന്നെയുള്ള തെക്ക് ഭാഗം തിങ്ങി നിറഞ്ഞ ഈത്തപ്പനകളുള്ള പ്രദേശമാണ്. അതിലൂടെയും
ഒരു സൈന്യത്തിന് ഒന്നിച്ചുള്ള ഒരു മാസ് അറ്റാക്ക് അതിലൂടെയും സാധ്യമല്ല. കാരണം അത് വരാൻ സാധ്യമല്ല. അങ്ങനെ ഈ 3 ഭാഗങ്ങൾ അഥവാ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും പ്രൊട്ടക്റ്റഡ് ആണ്. അത് ഒരു പ്രത്യേക ഇനി അവിടെ കോട്ട കെട്ടേണ്ട ആവശ്യമില്ല. വടക്ക് ഭാഗം മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഗുണവശം നമ്മൾ ശരിക്കും മനസ്സിലാവുക ഖന്തക്ക് യുദ്ധ സന്ദർഭത്തിലാണ്. ഖന്തക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ശത്രുക്കളുടെ വരവ് കിടങ്ങ് കീറി പ്രതിരോധിച്ചു എന്നാണല്ലോ. ഈ കിടങ്ങ് കീറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മദീനയുടെ ചുറ്റും വലിയ കിടങ്ങ് കീറി എന്നല്ല, ഈ വടക്ക് ഭാഗം മാത്രമാണ്. കാരണം അതിലൂടെ മാത്രമേ ഒരു സൈന്യത്തിന് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വടക്ക് ഭാഗം മാത്രം കിടങ്ങ് കീറിയപ്പോ മദീന മൊത്തം എന്താ പ്രൊട്ടക്റ്റഡ് ആയി. അതാണ് മദീനയുടെ ഒരു സവിശേഷത. ഇത് ഒരു പ്രധാന കാരണമായിട്ടാണ് മദീന ഈ ഹിജ്റയുടെ പ്രദേശമാവാന്. പിന്നെ മറ്റൊന്ന്, ഇതിനു മുമ്പ് അവര് അബിസീനിയയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അബിസീനിയയിലേക്ക് ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ അത് മക്കയിൽ നിന്ന് ഒരുപാട് വിദൂരത്തുള്ള നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു മക്ക വിട്ടു പോവാന് താല്പര്യമല്ല. കാരണം ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക ഹുദൽ ലിൽ ആലമീൻ, അല്ലാഹുവിനെ ആരാധിക്കാനായി പണിത കഅബ അത് മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട നാടാണ് മക്ക. അപ്പൊ മക്ക വിട്ട് ഒരുപാട് ദൂരത്തേക്ക് പോവുക എന്ന് പറയുന്നതും എന്തല്ല ഉചിതല്ല. മദീന ആണെന്നുണ്ടെങ്കിൽ മക്കയോട് ഏകദേശം അടുത്ത പ്രദേശമാണ്. ഇന്ന് പറയുകയാണെങ്കിൽ അതെ 4-5 മണിക്കൂർ യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം അടുത്ത സ്ഥലമാണ്. മാത്രവുമല്ല മക്കയിൽ നിന്ന് അവര് 2 യാത്ര നടത്തിയിരുന്നു. ലീലാഫി ഖുറൈഷ് ഈലാഫിൻ ബിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്, 2 സന്ദർഭത്തിൽ അവർ യാത്ര നടത്തിയിരുന്നു. ഒന്ന് ഷാമിലേക്കായിരുന്നു, മറ്റൊന്ന് യമനിലേക്കായിരുന്നു. അപ്പൊ മദീനയിലേക്ക് അവര് സ്ഥിരമായി കച്ചവട യാത്ര നടത്തിയിരുന്നു. ഷാമിലേക്ക്. ആ ഷാമിലേക്ക് കച്ചവട യാത്ര നടത്തുന്ന നേരം അതിന്റെ ഒരു സെൻട്രൽ ആയിട്ട് വരുന്നതാണ് ഇതുവഴിയാണ് പോവുക, മദീന വഴിയാണ് പോവുക. അപ്പൊ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് മദീന എന്നത്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് മദീന പലായനത്തിന്റെ കേന്ദ്രമായിട്ട് മാറിയത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോ മദീനയിലേക്കുള്ള പലായനത്തിന്റെ തുടർ ചർച്ചകളിലാണ് നമ്മൾ ഉള്ളത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന എന്ന സ്ഥലം, മദീന എന്ന പട്ടണം ഹിജ്റയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ 2ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഇതിൽ ഹബീബിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الخطوة تتبع خطوة وطريق الظلم سيطوى ويشق سبيل النور لفجر الدعوى نتخلى لكن نمضي لنهز بقاع الأرض نتألم لكن ذاك مخاض الصحوى يا مكة ما أطيبك بشجون